ബീഫ് വിഷയത്തിൽ ഇരട്ടത്താപ്പുമായി ബിജെപി ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ ആവശ്യാനുസരണം മണ്ഡലത്തിൽ നല്ല ബീഫ് ലഭ്യമാക്കാമെന്ന് മലപ്പുറത്തെ ബിജെപി സ്ഥാനാർത്ഥിയുടെ ഉറപ്പ്. ഗുണമേന്മയുള്ള ബീഫ് കടകൾ തുടങ്ങാൻ മുൻകൈയെടുക്കുമെന്നും സ്ഥാനാർത്ഥി എൻ ശ്രീപ്രകാശ് മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദി പ്രസ് പരിപാടിയിൽ പറഞ്ഞു. ദേശീയതലത്തിൽ ഗോവധത്തിനും ബീഫിനുമെതിരായ നിലപാട് ബിജെപി കടുപ്പിക്കുമ്പോഴാണ് മലപ്പുറത്തെ നിലപാട് മാറ്റമെന്നത് പ്രസക്തമാണ്. മലപ്പുറത്തെ 70% വരുന്ന മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് ബീഫ് രാഷ്ട്രീയം NDA ചർച്ചയാക്കുന്നത്. നല്ല ഭക്ഷണം എല്ലാവർക്കും ലഭ്യമാക്കുകയാണ് NDA ലക്ഷ്യമെന്ന് പറഞ്ഞാണ് മലപ്പുറത്തെ സ്ഥാനാർത്ഥി ശ്രീപ്രകാശ് ബീഫ് വിഷയത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയത്. മലപ്പുറത്തെ അറവുശാലകളിൽ നല്ല ബീഫ് ലഭ്യമാക്കും. രാജ്യത്ത് അറവുശാലകൾ നിയമം മൂലം നിരോധിച്ചത് BJP മാത്രമല്ല, കോൺഗ്രസ് സർക്കാരുകൾ കൂടിയാണെന്നും ശ്രീപ്രകാശ് പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയും BJPയും അധികാരിക്കുന്ന സ്ഥലത്ത് അത് നിർത്തലാക്കിയിട്ടുണ്ട്, നിയമം പരിഷ്കരിച്ചിട്ടുണ്ട്, അതൊന്നും സംശയമില്ല. പക്ഷേ ബീഫ് കഴിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റ് അറവുശാലകൾക്കോ യാതൊരു നിരോധനമില്ല. ബീഫ് സുഗമമായി കഴിക്കാൻ പറ്റും. ബീഫ് വില കുറഞ്ഞ രീതിയിൽ കൊടുക്കാനുള്ള അവസരം എന്താണ് എന്ന് പരിശോധിക്കും. മുത്തലാഖ് നിരോധിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങളെ പിന്തുണയ്ക്കുമെന്നും ശ്രീപ്രകാശ് മലപ്പുറം പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മുഖാമുഖത്തിൽ വ്യക്തമാക്കി. മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ മാത്രം വിവേചനത്തിനിരയാകുന്നത് ശരിയല്ലെന്നും ശ്രീപ്രകാശ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് കണ്ടെത്തിയതിനാൽ മധ്യപ്രദേശിലെ വോട്ടിംഗ് മെഷീനുകളിൽ പുനഃപരിശോധന നടത്തണമെന്ന് പ്രതിപക്ഷം. ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിൽ പരിശോധന നടത്താൻ മുതിർന്ന ഉദ്യോഗസ്ഥരെ അയക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ മനു ശങ്കരൻ ചേരുന്നുണ്ട്. മനു, എന്തൊക്കെയാണ് വിവരങ്ങൾ? കഴിഞ്ഞ ദിവസമാണ് മധ്യപ്രദേശിലെ ബിന്ദ് ജില്ലയിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഏപ്രിൽ 9 നടക്കാനിരിക്കുന്ന അട്ടർ മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീൻ പരിശോധിച്ചപ്പോൾ കൃത്രിമമായി വോട്ടിംഗ് മെഷീൻ സെറ്റ് ചെയ്തിരിക്കുന്നതും മറ്റും കണ്ടെത്തിയത്. വോട്ടിംഗ് മെഷീനിലെ ഏത് ബട്ടൺ അമർത്തിയാലും യന്ത്രത്തിൽ നിന്ന് കിട്ടിയ സ്ലിപ്പിൽ BJP ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തിയതായാണ് കണ്ടെത്തിയിരുന്നത്. മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സലീന സിംഗിന്റെ സാന്നിധ്യത്തിലായിരുന്നു പരീക്ഷണം നടത്തിയത്. അപ്പോഴാണ് ഇത്തരമൊരു അപാകത കണ്ടെത്തിയതും പിന്നീട് മാധ്യമങ്ങളോട് വാർത്ത റിപ്പോർട്ട് ചെയ്യുമെന്ന് പറയുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് പ്രതിപക്ഷ ബഹളത്തിനൊടുവിൽ ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ഇടപെടും എന്ന് അറിയിച്ചിരിക്കുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ടെത്തി മധ്യപ്രദേശിലെ ഉപതെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ഇവരുടെ സാന്നിധ്യത്തിൽ നടത്തുമെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത്. വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യാൻ തയ്യാറാണെന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോട് അറിയിച്ചിട്ടുമുണ്ട്. സംഭവത്തിൽ കഴിഞ്ഞ ദിവസം മധ്യപ്രദേശ് കളക്ടറെയും പോലീസ് മേധാവിയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറ്റിയിരുന്നു. ഇതിന് പിന്നാലെ അടിയന്തര റിപ്പോർട്ടും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഉപതെരഞ്ഞെടുപ്പ് പൂർണ്ണമായും കേന്ദ്ര കമ്മീഷനിലെ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി നടത്തുമെന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സോമി, മനു ശങ്കരനാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. AK ശശീന്ദ്രനെതിരായ ഫോൺ കെണിയിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തുമെന്നും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ. വിജിലൻസിന്റെ താൽക്കാലിക ചുമതല മാത്രമാണ് തനിക്കുള്ളതെന്നും അവധി കഴിഞ്ഞ് ജേക്കബ് തോമസ് തിരിച്ചെത്തിയാൽ ചുമതല കൈമാറുമെന്നും ബെഹ്റ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഞാനൊരു വളരെ എക്സ്പേർട്ടുള്ള ടീമിക്ക് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അവർ വളരെ നല്ല രീതിയിൽ നിഷ്പക്ഷമായിട്ട് ഡെഫിനറ്റ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യൂ, അതിലൊരു സംശയമൊന്നുമില്ല. അല്ല, വിജിലൻസ് ഇപ്പോൾ ടെമ്പററി ചാർജ് അല്ലേ, അതും ലീവിൽ പോയിരിക്കുകയാണോ, ലീവിൽ വന്നിട്ട് അതും ജോയിൻ ചെയ്യൂ. ഞാനൊരു ടെമ്പററി ചാർജ് ഗവൺമെൻറ് ഓർഡർ പ്രകാരം ടെമ്പററി ചാർജാണ്. ടെമ്പററി ആൾക്കാർ ടെമ്പററി രീതിയിൽ ജോലി ചെയ്യൂ. മാധ്യമം എന്നത് വ്യവസായം മാത്രമല്ല, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംരംഭം കൂടിയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇതെല്ലാം വിസ്മരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തലപൊക്കിയിരിക്കുന്നു. ഇതിൽ വനിതകൾ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർ വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിച്ചത് നല്ല സൂചനയാണെന്നും കോടിയേരി ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. മിക്ക മാധ്യമങ്ങളെയും കോർപ്പറേറ്റുകൾ വിഴുങ്ങുകയാണ്. സാധാരണക്കാരുടെ ശബ്ദമാകാൻ അവർക്ക് സാധിക്കുന്നില്ല. അത് തിരുത്തപ്പെടണം. അഴിമതിക്കാരെയും ദുർനടപ്പുകാരെയും തുറന്നുകാട്ടാനുള്ള മാധ്യമപ്രവർത്തനത്തെ ആരും എതിർക്കില്ല. എന്നാൽ ജനങ്ങളെല്ലാം കാണുന്നു, വിലയിരുത്തുന്നുമുണ്ട് എന്നത് മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കണമെന്നും സ്വയം തിരുത്തി മുന്നേറണമെന്നും കോടിയേരി ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. ദേശീയ സംസ്ഥാന പാതയോരങ്ങളിലെ മദ്യശാലകൾ മാറ്റാനുള്ള സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതോടെ സംസ്ഥാനത്തെ സർക്കാരിന്റെ ഉൾപ്പെടെ 1956 മദ്യശാലകൾക്കാണ് താഴ്വീണിരിക്കുന്നത്. ബഹുഭൂരിപക്ഷം ചില്ലറ മദ്യവിൽപ്പനശാലകൾക്കും ബിയർ വൈൻ പാർലറുകൾക്കും പൂട്ടുവീണത് സർക്കാരിന്റെ വരുമാനത്തിൽ 50% കുറവുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി എക്സൈസ് പരിശോധന ഇന്നു മുതൽ ആരംഭിക്കും. ജമ്മു ശ്രീനഗർ ദേശീയപാതയിലെ ചെനാനി നഷ്രി ടണൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഏഷ്യയിലെ ഏറ്റവും വലിയ ഇരട്ടപാതകളുള്ള ടണലായിരിക്കും ഇത്.
2500 കോടി രൂപ ചെലവാക്കി 5 വർഷം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ടണൽ തുറന്നുകൊടുക്കുന്നതോടെ ജമ്മു ശ്രീനഗർ പാതയിലെ യാത്രാസമയം 2 മണിക്കൂർ ലാഭിക്കാം. ദൂരം 40 കിലോമീറ്റർ കുറയും. ദുബായിൽ ബുർജ് ഖലീഫയ്ക്ക് സമീപമുള്ള കെട്ടിടത്തിൽ തീപിടുത്തം. പുലർച്ചെ 5:30യോടെയാണ് സംഭവം. നിർമ്മാണം പുരോഗമിക്കുകയായിരുന്ന 60 നില കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തീ നിയന്ത്രണ വിധേയമാക്കിയതായി ദുബായ് പോലീസും അറിയിച്ചു. തീപിടുത്തത്തെ തുടർന്ന് മുഹമ്മദ് ബിൻ റാഷിദ് ബൌലിവാദിൽ ഗതാഗത സ്തംഭനമുണ്ടായിട്ടുണ്ടെന്നും ഇതുവഴിയുള്ള യാത്ര ഒഴിവാക്കണമെന്നും പോലീസ് ട്വീറ്റ് ചെയ്തു. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിന് 10 ദിവസം ശേഷിക്കെ സ്ഥാനാർത്ഥികൾ ആവേശകരമായ അവസാന റൌണ്ട് പര്യടനത്തിലേക്ക്. LDF സ്ഥാനാർത്ഥി MB ഫൈസലിന്റെ വാഹന പര്യടനം നാളെ ആരംഭിക്കും. PK കുഞ്ഞാലിക്കുട്ടി പെരിന്തൽമണ്ണയിൽ വോട്ട് തേടുമ്പോൾ NDA സ്ഥാനാർത്ഥി ശ്രീപ്രകാശ് കൊണ്ടോട്ടിയിൽ പര്യടനത്തിലാണ്. ഡൽഹി, ബാംഗ്ലൂർ, മുംബൈ നഗരങ്ങളിൽ ആഫ്രിക്കൻ വംശജർക്ക് നേരെ നടക്കുന്ന വംശീയ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് DYFI അഖിലേന്ത്യാ തലത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാനൊരുങ്ങുന്നു. അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് റിയാസ് ബാംഗ്ലൂരിൽ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്.